ഹായ് ഫ്രണ്ട്സ്, മീനു വ്ലോഗ് ട്രിപ്പ് ആൻഡ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഞണ്ട് കറിയുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞണ്ട് കറിയാണ്, റോസ്റ്റല്ല. പെട്ടെന്ന് വളരെ പെട്ടെന്നും സ്വാദിഷ്ടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബായോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കാണാം. അതും കൂട്ടി നമുക്കൊരു ഉച്ചയൂണുണ്ണാം. നമ്മൾ ഞണ്ട് റോസ്റ്റിന് വേണ്ടിയുള്ള ഞണ്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ തോടിനകത്ത് നിന്ന് അടർത്തിയെടുക്കണം. ബാക്കിയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുക. ഇതിനി ഈ തോടിനകത്ത് നിന്ന് ഇങ്ങനെ എടുക്കണം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്തിൽ ശകലം വെള്ളമുണ്ട്. അത് വറ്റി കഴിയുമ്പോഴത്തേനും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടു. നമ്മളിതിന് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, സവാള, ഒരു 2 സവാള, വലിയ 2 സവാളയാണ്, അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തിലോട്ട് നമുക്ക് ഇച്ചിരി പെരിഞ്ചീരകവും കടുവും ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ചട്ടിക്കലത്തിനകത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു നുള്ളു പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ചീരകം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനിയും ഒരല്പം കടു ഇട്ടു. അത് രണ്ടും നന്നായി പൊട്ടി വരട്ടെ. രണ്ടും നന്നായി പൊട്ടി വന്നു. ഇനി അത് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അല്പം നമ്മുടെ പെരിഞ്ചീരകവും പൊട്ടി, കടുവും പൊട്ടി. ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാവേ. അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. സവാളയും പച്ചമുളകും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും പെരിഞ്ചീരകവും കടു, ഇത്ര സാധനമാണ് ഇപ്പോൾ ഇതിനകത്ത് കിടന്ന് നമ്മൾ വരട്ടിയെടുക്കുന്നത്. സവാള ചെറുതായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാവേ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി കൂടെ ഒന്ന് ആവട്ടെ. നമ്മൾ ഞണ്ടിനെ എല്ലാം ഇളക്കി ഞാനിങ്ങനെ രണ്ടായിട്ട് കണ്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള എന്തായി നമുക്ക് നോക്കാം. നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഇത്രയും വരഞ്ഞ് വന്നിട്ടുണ്ട്. ഇച്ചിരി ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് മസാലകളൊക്കെ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ചേർത്തതാണ്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാതെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് ഇളക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്ത് ശകലം കൂടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കി
ഇത് ഉള്ളിയും തക്കാളിയും മസാലകളെല്ലാം ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിനകത്തോട്ട് ഞണ്ടിടാതെ ഞണ്ട് പെറുക്കിയിട്ട് കൊടുക്കാം. ഞണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഞണ്ടും മസാലകളും സവാള എല്ലാം കൂടെ കിടന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കും. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നന്നായിട്ട് ഇളക്കിയിട്ട് ചട്ടി ഒന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കും. നമ്മുടെ ചോറ് വെന്തോ നോക്കട്ടെ. ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് കോരാം. ചിപ്പിലോട്ടാണ് ചോറ് കോരുന്നത്. ഇങ്ങനെ ചോറ് കുറച്ച് പൊടിയെടുക്കാം. നമ്മുടെ ഞണ്ട് കറി തിളച്ചോ നോക്കാം. ഞണ്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ശാലം ഉപ്പിട്ട് കൊടുത്തായിരുന്നു. ആ ക്ലിപ്പ് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഉപ്പുണ്ടോ നോക്കാവേ. ലേശം ഉപ്പൂടെ വേണം. നമുക്കൊരു ലേശം ഉപ്പൂടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി ഇവിടെ നന്നായിട്ട് വഴറ്റി വരട്ടെ കേട്ടോ. കുറച്ച് ചാറ് നന്നായിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഞണ്ട് കറി എന്തായാലും നോക്കാം. ഞണ്ട് കറി തിളച്ച് വെറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഞണ്ട് കറിയും കൂട്ടി ചോറ് കഴിക്കാം. അപ്പം നമ്മുടെ ഞണ്ട് കറി ചോറും ഇത് നമുക്ക് കഴിക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് കഴിച്ചിട്ട് പറയാം. ഞണ്ട് കറിയും നല്ല ചൂട് ചോറും കൂടെ കൂട്ടി കുഴച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അതായത് സൂപ്പർ ഞണ്ട് കറി. അപ്പം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഞണ്ട് മേടിക്കുമ്പം ഇതുപോലൊന്ന് പെട്ടെന്നൊന്ന് കറി വെച്ച് നോക്കൂ. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഞണ്ട് കറിയും കൂട്ടി ചോറുണ്ണാം.